ഹായ് ഗായ്സ്, ബ്രോ ഒന്ന് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 12th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 8 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റുള്ളത്. 7 മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ ഇടപെട്ട് അട്ടിമറി മുന്നേറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവ് ആവത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാവിലെ 8 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അട്ടിമറി മുന്നേറ്റമായിട്ട് ജാസ്മിൻ തിരിച്ച് പിടിച്ചടക്കിയിരിക്കുകയാണ്. അഭിഷേകിൽ നിന്നാണ് ഒന്നാം പൊസിഷൻ തിരിച്ച് പിടിച്ചിരിക്കുന്നത്. വമ്പിച്ച് അമ്പരപ്പിക്കുന്ന ഒരു വോട്ടിംഗ് പ്രകടനമായിട്ടാണ് ജാസ്മിൻ മുന്നേറുന്നത്. ഇപ്പോൾ 1,14,341 കൂറ്റം വോട്ടിൻ്റെ പിൻബലത്തിലാണ് തൻ്റെ ഒന്നാം പൊസിഷൻ തിരിച്ച് പിടിച്ചടക്കിയിരിക്കുന്നത്. രണ്ടാം പൊസിഷനിൽ അഭിഷേകാണ് തുടരുന്നത്. അഭിഷേക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടാം പൊസിഷനിലേക്ക്. തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ജാസ്മിനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ അഭിഷേകിന് തൻ്റെ ഒന്നാം പൊസിഷൻ നഷ്ടമായി. ഇപ്പോൾ രണ്ടാം പൊസിഷൻ കൊണ്ട് തൃപ്തിയടയേണ്ടി വന്നിരിക്കുകയാണ്. 1,12,350 വോട്ടിൻ്റെ ബലത്തിലാണ് രണ്ടാം പൊസിഷൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. മൂന്നാം പൊസിഷനിൽ ഋഷി തന്നെയാണ് തുടരുന്നത്. ഋഷി എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു വോട്ടിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അൻസിബയുടെ വോട്ടിംഗ് കൂടെ കയറിയതിന് ശേഷമാണ് ഋഷി ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം നേടിയിരിക്കുന്നത്. ഇപ്പോൾ 1,02,345 വോട്ട് നേടി മൂന്നാം പൊസിഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. നാലാം പൊസിഷനിൽ ശ്രീതു തന്നെയാണ് തുടർന്നത്. ഒരു ഘട്ടത്തിൽ മൂന്നാം പൊസിഷനിലായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഋഷിയുടെ അട്ടിമറി മുന്നേറ്റത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ നാലാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1,90,000 വോട്ട് നേടി നാലാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. അഞ്ചാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് നോറ കയറി വന്നിരിക്കുകയാണ്. എല്ലാവരെയും അമ്പരപ്പിക്കുന്നത് നമ്മുടെ സായിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മുടെ നോറ അഞ്ചാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഏവരും അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനമായിട്ടാണ് നോറ ഇപ്പോൾ മുന്നേറുന്നത്. 78,100 വോട്ട് നേടി അഞ്ചാം പൊസിഷൻ നേടിയെടുത്തിരിക്കുകയാണ് നമ്മുടെ നോറ. ആറാം പൊസിഷനിൽ ഇപ്പോൾ സായിയാണ് തുടരുന്നത്. 78,080 വോട്ട് നേടി താൻ പിന്തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ആറാം പൊസിഷനിലേക്ക്. നോറയുമായിട്ട് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ ഇപ്പോൾ നന്ദനയാണുള്ളത്. ഒരു ഘട്ടത്തിൽ ആറാം പൊസിഷനിലേക്ക് കയറി വന്നൊരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഏഴാം പൊസിഷനിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. ഈ തവണ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് നന്ദന. ഇപ്പോൾ 77,123 വോട്ടാണ് നേടിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തിയാൽ നന്ദനയ്ക്ക് സേവകം, അല്ലെങ്കിൽ നന്ദന പുറത്താകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം.